മണ്ടു, നമ്മുടെ സത്യാസ് പ്രോഡക്ട്സ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ കടുക് പൊടിയെ പറ്റിയും ചമ്മന്തി പൊടിയെ പറ്റിയും എന്താണ് അഭിപ്രായം? അത് കുഴപ്പമില്ല സാർ. അല്ല, വെരി ടേസ്റ്റി. ഞാൻ കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. മണ്ടുവിന് ഇഷ്ടപ്പെട്ടോ എന്നല്ല, എന്താണ് പൊതുജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം? പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടേസ്റ്റി, ഡിലീഷ്യസ് എന്നൊക്കെ മെസ്സേജ് വന്നു. നല്ല ഫീഡ്ബാക്ക് ഉണ്ട് സാർ. നല്ല ഫീഡ്ബാക്ക് അല്ലേ? നല്ല ഫീഡ്ബാക്ക് അല്ലേ? അങ്ങനെ വേണം. പിന്നെ മണ്ടു, നമ്മുടെ മലയാളി വീട്ടമ്മമാര് മുളകരച്ചും തേങ്ങ അരച്ചും അവരുടെ ശരീരം ക്ഷീണിപ്പിച്ചുകൂടാ. അവരിരുന്ന് ടി വി കാണട്ടെ, ടി വിയിൽ സീരിയലുകൾ കാണട്ടെ, സിനിമകൾ കാണട്ടെ. സാറേ, അങ്ങനെ വെറുതെ ഇരുന്നാ വല്ല ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വരൂലേ? വരണമല്ലോ, അതാണല്ലോ നമ്മളുടെ ലക്ഷ്യം. അല്ല സാറേ, നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ കഴിക്കാൻ ആള് വേണ്ടേ? ആള് വേണം, പക്ഷെ അവർക്ക് അസുഖം വന്നാലല്ലേ നമ്മുടെ സഹോദര സ്ഥാപനമായ സത്യാസ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകൾ ചെലവാകൂ. സാറിന്റെ ഒരു ബുദ്ധി. വിത്ത് വൺ ഫയർ ടു ബർഡ് അല്ലേ? എന്തത്? വിത്ത് വൺ ഫയർ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരു വെടിക്ക് രണ്ട് പക്ഷി, അത് കൊള്ളാലോ. അത് നമുക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കാം. പിന്നെ മണ്ടു, ഇതെന്റെ ബുദ്ധിയല്ല. അതെനിക്കറിയാം, സാറിന് ഇത്രയും ബുദ്ധിയൊന്നും ഇല്ല. സാറിന്റെ വൈഫിന്റെ ബുദ്ധിയല്ലേ? അവൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ആധുനിക സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആധുനിക ശീതളപാനീയങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ബഹുരാഷ്ട്ര കമ്പനികൾക്കും ഇതുപോലുള്ള മരുന്ന് കമ്പനികളുണ്ട്. എന്തിനാ? അത് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വഴിയാധാരായവരെ ചികിത്സിക്കാൻ വേണ്ടി ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ സാർ. കറക്റ്റ്, വളരെ കറക്റ്റാണ്. നല്ല പരസ്യം കാണിച്ച് നല്ല നിറമുള്ള കവറുകളിൽ പൊതിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഫ്രീയും കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ നമ്മൾ കൊടുക്കാൻ പഠിക്കണം. സാറേ, നമ്മളത് പഠിച്ചല്ലോ, അതുകൊണ്ടല്ലേ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ അങ്ങനെ മൂവ് ആവുന്നത്. ഇപ്പോ ഒരാൾ മാർക്കറ്റിലേക്ക് പോകുന്നു, അയാൾ തിരിച്ചിറങ്ങി വരുമ്പോൾ അയാളുടെ ബാഗിൽ നിറയെ സത്യാസ് പ്രോഡക്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടും. സത്യാസ് മഞ്ഞപ്പൊടി, സത്യാസ് മുളക് പൊടി, സത്യാസ് ഉലുവപ്പൊടി, സത്യാസ് ഉപ്പുപൊടി, സത്യാസ് സത്യാസ് സത്യാസ്, അങ്ങനെ എല്ലാം സത്യാസ്.